മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് ഓണം വിപണിയും മികച്ച കർഷകരെ ആദരിക്കലും ചൊവ്വാഴ്ച നടക്കുമെന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോയ് കപിലുമാക്കൽ, വൈസ് പ്രസിഡന്റ് അൻസാരി മർത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷവും ഓണത്തോടനുബന്ധിച്ച് സഹകരണ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓണം വിപണി നടത്തുകയാണ്. മുണ്ടക്കയം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാര കർഷകർക്കും അതുപോലെ സാധാരണക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ പൊതുവിപണിയിലെ വിലവർധനയിൽ വിഷമിക്കുന്ന സാധാരണക്കാരെയും കർഷകരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിപണി ഇത്തവണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിപണിയിലൂടെ സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡിയോടുകൂടിയുള്ള 13 ഉൽപ്പന്നങ്ങളും സബ്സിഡി ഇല്ലാത്ത 7 ഇനങ്ങളും അടക്കം 20 ഉൽപ്പന്നങ്ങളാണ് കിറ്റായിട്ട് നൽകുന്നത്. വെളിച്ചെണ്ണ ഏതാണ്ട് 350 രൂപയ്ക്കും അരി, പഞ്ചസാര ഉൾപ്പെടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും പൊതുവിപണിയിൽ നിന്നും വളരെ താഴ്ന്ന വിലയ്ക്കുമാണ് വിൽക്കുവാൻ സാധിക്കുന്നത്. ആൾക്കാരുടെ സൗകര്യാർത്ഥം ഈ 20 ഐറ്റംസും കിറ്റുകളായിട്ട് തയ്യാറാക്കിയാണ് നമ്മൾ ഇത് വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാടിൻ്റെ നട്ടെല്ലായ മണ്ണിനെ പൊന്നാക്കുന്ന കർഷകർക്ക് പ്രചോദനമായി മുണ്ടക്കയം, കൂട്ടിക്കൽ പഞ്ചായത്തുകളിലെ കാർഷിക വികസന സമിതികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ഈ അവസരത്തിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഏതാണ്ട് 16 പേരോളം വരും. ചൊവ്വാഴ്ച രാവിലെ 10:30 മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ബാങ്ക് പ്രസിഡന്റ് റോയ് കപിലുമാക്കൽ അധ്യക്ഷത വഹിക്കും. കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷമീർ വി മുഹമ്മദ് ഓണം വിപണി ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് പ്രസിഡന്റ് അൻസാരി മഠത്തിൽ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ഓണം വിപണിയിലൂടെ സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡിയോടുകൂടിയ 13 ഉൽപ്പന്നങ്ങളും സബ്സിഡി ഇല്ലാത്ത 7 ഇനങ്ങളും ഉൾപ്പെടെ 20 ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലും വില കുറച്ച് വിൽപ്പന നടത്തും. വെളിച്ചെണ്ണ 350 രൂപയ്ക്കും അരി, പഞ്ചസാര ഉൾപ്പെടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും പൊതുവിപണിയിൽ നിന്നും വളരെ താഴ്ന്ന വിലയ്ക്കുമാണ് ഓണം വിപണിയിൽ വിൽക്കുന്നത്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം കിറ്റുകളായി പാക്കറ്റ് ചെയ്താണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെ 2 പ്രധാന സംഭവങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. ഒന്ന്, മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി ഓണത്തോടനുബന്ധിച്ച് ഓണം വിപണിയുടെ ഉദ്ഘാടനം ബഹുമാനായ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷമീർ സാർ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം മുണ്ടക്കയം, കൂട്ടിക്കൽ പഞ്ചായത്തുകളിൽ നിന്നും ഏറ്റവും മികച്ച കർഷകരെ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുണ്ടക്കയം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നാളെ ആദരിക്കുകയാണ്. തീർച്ചയായിട്ടും ബാങ്കിന് ഈ പൊതുസമൂഹത്തോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓണനാളുകളിൽ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ബാങ്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുണ്ടക്കയുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇടപെടുവാനും ഈ നാട്ടിലെ സാധാരണ ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ബാങ്കിൻ്റെ പരിശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് വീണ്ടും ഒന്നുകൂടി ശക്തിപ്പെടുത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ബാങ്കിൻ്റെ ഇതുപോലെയുള്ള പൊതു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുന്നത്. മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ AV ചാക്കോ ആലപ്പാട്ട്, TC സെയ്ദ് മുഹമ്മദ്, ബെന്നി ചേറ്റുകുഴി, ഡോക്ടർ NS ഷാജി, റെജി മാരിയാമറ്റം, അബ്ദു ആൽസമ്പാട്ടിൽ, രഞ്ജിത്ത് ഹരിദാസ്, നെബിൻ കെ തോമസ്, ആൻസമ്മ അഗസ്റ്റിൻ, ബിന്ദു ജോബിൻ, സാറാമ സുധീർ ഡേ, ബാങ്ക് സെക്രട്ടറി മിനുമോൾ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.